സ്വന്തം അൺഫിൽറ്റഡ് ഗെയിമിംഗ് സോയ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് മറ്റൊരു ഹൊറർ ഗെയിമല്ല നമ്മളെ ചാനലിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കളിക്കുന്ന ഒരു കിടിലം ഹൊറർ ഗെയിം ഗ്രാനി 3. എത്ര കളിച്ചേക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മളെ ഗ്രാനി 3 ആയിട്ട് ഒരു കംബാക്ക് വീഡിയോ ആയിട്ട്. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് വീഡിയോകൾ മാത്രം നമ്മളിട്ടിട്ട് അങ്ങ് പണ്ടാറിറങ്ങാൻ പോകണം, അത്രയും വീഡിയോ ഇടാൻ പോകണം ഗൈസ്. നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഗെയിമിൽ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഗെയിം കളിക്കാൻ പോകുന്നത് എക്സ്ട്രീമിലാണ്. എക്സ്ട്രീം പ്ലസ് നൈറ്റ് മെയറിലാണ്. എക്സ്ട്രീം പ്ലസ് നൈറ്റ് മെയർ. പേടിച്ച് ചത്ത് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അൺഫിൽറ്റഡ് വഴിയില്ല. എന്തായാലും ഇന്നത്തെ ഗെയിം നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും തോന്നുന്നില്ല, കാരണം എക്സ്ട്രീമാണ്. ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലൊക്കെ ഇട്ട് കളിക്കുന്ന ടീമാണ് ഞാൻ. എക്സ്ട്രീമിൽ വന്നിട്ട് കളിക്കാറില്ല, അതും നൈറ്റ് മെയർ. ഇപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ ഓക്കെ. സോ ഇന്നത്തെ ഗെയിം എത്ര മിനിറ്റ് ഉണ്ടാവും, നമ്മൾ മാക്സിമം എത്ര മിനിറ്റ് പിടിച്ചിരിക്കുന്നു അതാണ് നമ്മളെ ഇന്നത്തെ. മാക്സിമം എത്ര മിനിറ്റ് നമ്മൾ ഈ ഗെയിം പിടിച്ചിരിക്കുക അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക്. ഒരു 5 മിനിറ്റോ ഒരു 6 മിനിറ്റെങ്കിലും എനിക്ക് പിടിച്ചിരിക്കണം. എനിക്ക് 6 മിനിറ്റ് എങ്കിലും കള്ളനുണ്ടാക്കി ഇട്ടാലേ ഒരു ഇതൊക്കെ വേണമല്ലോ കേസ്. ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു 5-6 മിനിറ്റെങ്കിലും വേണമല്ലോ മിനിമം. ഓക്കെ. സോ നമുക്ക് എലിയെ കൊണ്ട് കേസ്. എലി എന്താ പറയുക, എലി. സോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മളെ തറവാള് അല്ലെങ്കിൽ ഹൊറർ ഗെയിംസ്. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ള നമ്മളെ ഗ്രാനിയുടെ തറവാള്. ഗ്രാനിയുടെ എൻ്റെ നമ്മളെ ഗ്രാനി. ഓക്കെ, നമുക്കിപ്പോൾ വലിയ പേടിയൊന്നുമില്ല ഗ്രാനി എടുത്ത്. ഇപ്പോൾ കാണാം, ഇന്നത്തെ വീഡിയോ കാണാം ആർക്കാണ് പേടി കൂടുതലെന്ന്. ഓക്കെ, സംഭവം വേറെ ഒന്നല്ല. നമ്മളിങ്ങനെ നടന്ന് വരും. നമ്മൾ അതിൻ്റെ വെളുക്കത്തിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും വെളുക്കത്തിൻ്റെ അടുത്ത് വരുന്ന മുന്നേ നമ്മൾ ഈ മച്ചാൻ നമ്മളെ വെടിവെച്ചിട്ടും അപ്പോൾ തന്നെ നമ്മൾ ചത്തുപോകും. അതാണ് നമ്മളെ ഇൻട്രോ. ഇത് നമ്മൾ കുറേ കണ്ടതാണ്. ക്ലാസിക്കൽ ഇൻട്രോയാണ് നമ്മളെ സംഭവം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം, നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരു 5 മിനിറ്റ് ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, സോ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളെ തറവാട്ടിലേക്ക്. നമ്മളെ തറവാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ ഗ്രാനി ഒരു സമ്മാനം പോലെ ലോക്ക് പിക്ക് വരും. ആ ലോക്ക് പിക്കിങ്ങനെ കുത്തി തുറക്കണം. എക്സ്ട്രീം മോഡാണ്, എന്ത് വേണം സംഭവിക്കാം. സോ എന്ത് സംഭവിക്കുന്നു പിന്നെ നമ്മൾ മാക്സിമം മിനിറ്റുകൾ ഇവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ പോവുകയാണ്. സോ നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരിക, എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കുന്ന സമയമില്ല നമുക്കൊരു. അയ്യോ എൻ്റെ പൊന്നു, ആരെങ്കിലും വന്നാലോ. നമുക്കിവിടെ കയറി ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാം. എന്ത് ചെയ്യണം, എന്തടുത്ത ചെയ്യണം നമുക്ക് ചെയ്യാം. ഹലോ, ഒരു ആരാ പോകുന്നതിനാണല്ലോ നിങ്ങളെല്ലാവരും. എനിക്കറിയാം. ഗ്രാൻഡ് പോയാണല്ലോ, അതുപോലെ പോയേ. താ പോണേ. ഓടിക്കോ. എങ്ങനെയെങ്കിലും മേലെത്താ പിന്നെ ഒഴി കയറാം. എങ്ങനെയെങ്കിലും മേലെത്താം. 2 പേരും വഴിയിലാണ്. ഒരു പ്രശ്നമില്ല, ഒരു സീനില്ല, ആർക്കും ഒരു വെളിയില്ല. എനിക്ക് ഒട്ടും വെളിയില്ല. അതെ ഒരാൾക്ക് ഒരു പൊളി വേണം. നമുക്ക് ഇങ്ങനെ ഏറ്റവും മേലെ പ്ലാൻ മാറ്റി തുറക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. അപ്പോഴത്തേക്കും ഗ്രാനി എല്ലാവരും വരും. അപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും മേലെ പോയിരിക്കാം. ഇതിൻ്റെ മേലെ തിരിയുകയാണ്. താഴെ മൊത്തം ഗ്രാനിയാണ്. അയ്യോ അനങ്ങ്. ഓക്കെ. ഞാൻ വിചാരിച്ചെല്ലാം തീർന്നു. ഓക്കെ, നമ്മളിപ്പോൾ മണ്ടയിൽ നിൽക്കുകയാണ്. ഞാനവിടെ പിയാനോ ഒക്കെ കൊട്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ഗ്രാനിയൊക്കെ ഇവിടെ വന്ന് നിൽക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല അവരെവിടെ നിൽക്കുന്നതെന്നൊന്നും. നമുക്ക് നൈസായിട്ടൊന്ന് ഇറങ്ങി നോക്കാം. വേണ്ട, ഇതിവിടെ ഇറങ്ങി ശരിയാവില്ല. എന്തായാലും ഗ്രാനി പിടിച്ച് നമ്മൾ അച്ചാറാക്കും. ഓക്കെ, നമ്മളിപ്പോൾ 4-4.5 മിനിറ്റോളം സർവൈവ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ട്. ആരെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ടോ? അകത്താരും ഉണ്ടാവാൻ സാധ്യതയുണ്ടാവില്ല. എല്ലാവരും പുറത്ത് നിൽക്കാനാണ് സാധ്യത. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് നടക്കാം. അയ്യോ ഇങ്ങനെ കയറി. എന്താണ് പഴയ. നമുക്ക് ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. ഇതിൻ്റെ താഴെ ഒരു അല്ല, അതെന്താ സംഭവിച്ചേ? വെറുതെ നിന്നാ തന്നിച്ചോ, എന്ത് ചെയ്യാനാ, ഒന്നും പറയില്ല. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ എങ്ങനെയോ ചത്തുപോയി. അങ്ങനെ വീണ്ടും തിരിച്ച് റീസ്പോണായി.
ഓക്കെ, സോ നമുക്കിത് കുത്തി തുറക്കാം. ഇയാൾ കുത്തി തുറക്കാൻ സമ്മതിക്കില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതാ പുള്ളിക്കാരൻ കൊണ്ട്. ഇനി വേറെ ആരും ഉണ്ടാവില്ല, ഇനി ഗ്രാനി ഉണ്ടാവും. എനിക്ക് നേരത്തെ എങ്ങനെ ചത്തയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അത് എങ്ങനെ ചത്തയെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോയത് പോലും ഇല്ല, അപ്പോഴത്തേക്കും ഞാൻ ചത്ത്. ഓക്കെ, ഇത്തവണ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇത്തവണ നേരത്തെ ഞാൻ അറിയാതെ ചത്തുപോയതാണ്. ഇത്തവണ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. സോ നമുക്ക് ഇത് തുറക്കാം. ഇത് തുറക്കാൻ എന്തേലും ഉണ്ടയുള്ളൂ, ഒരു സാധനമില്ല. നല്ല ആവശ്യമായിട്ടുള്ള ഒരു സാധനമില്ല. എന്തേലും ഒരു വെപ്പൺ കീ അങ്ങനെ വെച്ചിരുന്നെങ്കിൽ മണ്ടയ്ക്ക് കൊടുക്കുക. ഓ, പാഡ്ലോക്കാ. ഓക്കെ ഓക്കെ, പാഡ്ലോക്ക് ചെയ്യാന്ന് തോന്നുന്നു. ആണ് പാഡ്ലോക്കാണ്. അമ്മക്കറിയാം, നമ്മൾ കീയുടെ പേരൊന്നും അറിയേണ്ട ആവശ്യമില്ല. കയറി. ഓക്കെ, ഇതാണ് നമ്മൾ പ്ലാൻ. ഇപ്പോൾ അവിടെ ഗ്രാനി വന്ന് നിൽക്കേണ്ടതാണ്. ഗ്രാനി ജസ്റ്റ് മിസ് ഇപ്പോൾ അവിടെ അണ്ണാക്കി കിടക്കായിരുന്നു. എന്താ വരവ്, നിങ്ങൾ വരവ് കണ്ടപ്പോൾ തന്നെ കണ്ടില്ലേ? അടിയിലായിരുന്നു, മറ്റേ ഇവിടെയായിരുന്നു. എവിടെ? പുറത്തായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയെങ്കിൽ നമ്മൾ ചത്തേനെ. ഓക്കെ, പാഡ്ലോക്ക് വെച്ചിട്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. പാഡ്ലോക്ക് ഇടണമെങ്കിൽ നമുക്ക് വെപ്പൺ കീ വേണം. ശരിയല്ലേ, പാഡ്ലോക്കിന് വെപ്പൺ വേണം. വെപ്പണിപ്പോൾ പാഡ്ലോക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ കഷ്ടം. ചത്ത്. പറഞ്ഞില്ലേ. അയ്യോ, നമ്മളിപ്പോൾ എത്ര മിനിറ്റ് സർവൈവ് ചെയ്തു? 7 മിനിറ്റ് സർവൈവ് ചെയ്തു. എൻ്റെ പൊന്നോ, ചങ്ങായി പിഴിച്ചേ.